എനിക്ക് തോന്നുന്നു 100% തുടർഭരണം ഉണ്ടാകണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ, വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്നും എനിക്കറിയാം. സാമ്പത്തികപരമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് പിടിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ വരുന്ന മിക്ക ടൂറിസ്റ്റുകളും എന്നോട് പറഞ്ഞിട്ടുള്ളത് വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്. കേരളം തുടർഭരണം വരികയും വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. ചെയ്യണമെന്നുള്ള I mean, there are so many things can be said. Yes. തുടങ്ങി വെച്ച കാര്യങ്ങൾ ഇപ്പം റോഡുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെയധികം മാറ്റങ്ങളുണ്ട്. യാത്ര ചെയ്യാനാണെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ളത്. ലോകത്തിൽ ഐ തിങ്ക് ഇൻ സെക്കൻഡ് പ്ലേസ് അതർ ദാൻ UK. എയർപോർട്ടിൽ വരുന്നത് നല്ലതാണോ ചീത്തയാണെന്നല്ല, പക്ഷേ ദർ ഇസ് എ കൈൻഡ് ഓഫ് കണക്ടിവിറ്റി. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇന്ന് കേരളത്തിലെ ആൾക്കാർ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കേരള സ്റ്റോറിയുടെ കാര്യമാണ്. ഇറ്റ് ഈസ് റിയലി റെഡിക്കുലസ്, ലൈക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത് വളരെ. പക്ഷേ ദർ ഇസ് എ കൈൻഡ് ഓഫ് നുണ പറഞ്ഞ് അത് സത്യമാക്കുന്ന ഒരു രീതിയുണ്ട്. അത് വളരെയധികം പ്രാക്ടിക്കലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നുണ സത്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. എത്ര പേർക്കറിയാം ആർക്കാണ് എഡ്യൂക്കേഷൻ ഉള്ളത്, ആർക്കാണ് എഡ്യൂക്കേഷൻ ഇല്ലാത്തത്, എല്ലാ സംഭവങ്ങളും ആർക്കറിയാം. എത്ര കാതുകളിൽ അത് എത്തുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് അത് എത്തുന്നത്. കേരളത്തിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഇത്രയും ആൾക്കാർ ന്യൂസ് പേപ്പർ വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ മീഡിയ നോക്കുന്നതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവുമായിട്ടുള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല. ഒരു ചെറിയ സംഭവം ഇവിടെ കേരളത്തിൽ നടന്നാൽ അത് ചർച്ച ചെയ്യുന്നൊരു രീതിയുണ്ട്. ചർച്ച ചെയ്യുന്നത് അത് ശരിയായ രീതിയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ചർച്ച അറ്റ്ലീസ്റ്റ് ദാറ്റ് വിൽ ബി നോട്ടീസ്ഡ് ബൈ പോലീസ്, ദാറ്റ് വിൽ ബി നോട്ടീസ്ഡ് ബൈ ജുഡീഷ്യറി, ദാറ്റ് വിൽ ബി നോട്ടീസ്ഡ് ബൈ ദ സ്റ്റേറ്റ്. എല്ലാവരും ജനങ്ങളെ തിരിച്ചറിയുന്ന രീതിയിലുള്ള സംഭവമാണ്. അത് കേരളത്തിലെ ഉള്ള സ്വാതന്ത്ര്യം മറ്റൊരു സംസ്ഥാനത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ലിവ് ഇൻ ബോംബെ. ഇപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ത്യയിലെ കണ്ടംപററി ആർട്ടിൻ്റെ ദ ഫൈനസ്റ്റ്, ദ ലെജൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ബോസ് കൃഷ്ണമാചാരിയാണ്. സർ, വെൽക്കം ടു ദ ഷോ കേരള പച്ച. നമസ്കാരം. കേരള പച്ച ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് സമയം കുറവാണ്, അതുകൊണ്ട് ചോദ്യത്തിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചോദ്യത്തിലേക്ക് കടക്കാം. 2010 ബിനാലെ, കൊച്ചി മുസിരിസ് ബിനാലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് 2010. ഫസ്റ്റ് എഡിഷൻ 2012. 2010 സ്റ്റാർട്ട്. 2010 നമ്മൾ ബിനാലെ ഫൗണ്ടേഷൻ. ഓക്കെ, 2010 ബിനാലെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രയാസങ്ങൾ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന സഹായങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്നും പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്ന എന്താണ് അന്നുണ്ടായിരുന്ന സഹായങ്ങൾ, പ്രയാസങ്ങൾ? വാട്ട് ഡിഡ് യു ഫെൽറ്റ് വെൻ ദ ഫൗണ്ടേഷൻ വാസ് ബീയിങ് എന്നുള്ളൊരു ബിനാലെ എന്ന് പറയുന്ന വാക്ക് പോലും അറിയാത്ത നാട്ടിലാണ് നമ്മൾ ബിനാലെ ആരംഭിച്ചത്. ബിനാലെ എന്ന് പറഞ്ഞാൽ 2 വർഷത്തിൽ ഒരിക്കൽ എന്നുള്ളതാണ് അതിൻ്റെ ഇറ്റാലിയൻ വാക്കാണ്. 1895 ആദ്യത്തെ ബിനാലെ വെനീസിൽ ആരംഭിക്കുന്നത്. ഇന്ന് ലോകത്തിൽ 316 പരം ബിനാലകളുണ്ട്. അതിൻ്റെ മോഡലുകളെല്ലാം ഡിഫറെൻ്റ് ആണ്. ഓരോ ബിനാലകളും ഓരോ രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ബിനാലെ നടക്കാനുള്ള സാഹചര്യം അന്നത്തെ 2010 ശ്രീ M.A. ബേബി ആയിരുന്നു നമ്മുടെ കൾച്ചറൽ മിനിസ്റ്ററും എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമായിട്ടുള്ള അദ്ദേഹം മുംബൈയിൽ വരികയും മുംബൈയിലെ എൻ്റെ വീട്ടിലാണ് ആദ്യം മീറ്റിംഗ് നടന്നത്. ആദ്യം വന്നത് വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് ആർട്ട് ഓപ്ഷനിലൂടെ 100 കോടിയോളം സമ്പാദിക്കുവാനും അത് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം വന്നത്.
അൺഫോർച്ചുനേറ്റ്ലി ഞാനത് ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനോട് പറഞ്ഞു അത് അറ്റ്ലീസ്റ്റ് കട്ട് ഷോർട്ട്, നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, അത് കുറച്ച് വർഷങ്ങളെടുക്കുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ദാറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ സിൻസ് ഹി വാസ് ദെയർ വിത്ത് മീ, അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറ് എന്നാണ് പോകുന്നത്? അപ്പോൾ പിറ്റേ ദിവസം അതിരാവിലത്തെ ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. എവിടെയാണ് താമസിക്കുന്നത്? കേരള ഹൗസിലാണ്. കേരള ഹൗസ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട് ബോറിവല്ലിയിലാണ്. ബോറിവല്ലിയിൽ നിന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്താലേ അവിടെ എത്തത്തുള്ളൂ. അദ്ദേഹം എന്നെ കാണാൻ വന്നത് 7:45 7:30 എങ്ങാണ്ടാണ് സമയത്ത്, വൈകിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് സിൻസ് യു ആർ ഗോയിങ് ടുമോറോ മോർണിംഗ്, നാളെ രാവിലെ പോകുന്നതിലേക്ക് ഇവിടെ കേരളത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട കലാകാരന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളായിട്ടുള്ള ജ്യോതി ബാസു, TV സന്തോഷ്, റിയാസ് കോമു എല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ കാണാം, പരിചയപ്പെടാം. ഹി സ്റ്റേഡ് ബാക്ക്. അതുമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണെന്നുള്ളതാണ് സംഭവം. സാധാരണ മന്ത്രി എന്നുള്ള ഒരാളെ പോയി അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് കാണേണ്ട സമയത്ത് ഇദ്ദേഹം വന്ന് കാണുകയും അങ്ങനെ ആ സമയത്ത് അദ്ദേഹം സ്റ്റേഡ് ബാക്ക് വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ഹെസിറ്റേഷൻ. അന്ന് രാത്രി അദ്ദേഹം ഞങ്ങളോട് കൂടെ താമസിക്കുക. ആ സമയത്താണ് നമ്മളുടെ ചർച്ചകളിൽ നിന്ന് അദ്ദേഹം പറയുന്നത്, നിങ്ങളെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് ബിനാലെ. ബിനാലെ നാട്ടിൽ ആർക്കും അറിയുന്ന ഒരു സംഭവമായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ 2005 ആദ്യമായിട്ട് മലയാളികളെ ലോകത്തിന് കൂടുതലായിട്ട് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് 2005 ഡബിൾ എൻഡേഴ്സ് എന്ന് പറയുന്ന, അതായത് ചുണ്ടൻ വള്ളം എന്നുള്ള അർത്ഥത്തിലുള്ള 2 വശവും പോയിൻറ്റഡ് ആയിട്ടുള്ള ബോട്ടിനാണ് ഡബിൾ എൻഡേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എക്സിബിഷൻ, ട്രാവലിംഗ് എക്സിബിഷനിലാണ് ജനങ്ങൾ അറിയുന്നത് മലയാളികൾ, ഇത്രയും അധികം മലയാളികളായിട്ടുള്ള കലാകാരന്മാരുണ്ടെന്ന് മുംബൈ അറിയുന്നത്, ഡൽഹി അറിയുന്നത്, ബാംഗ്ലൂർ അറിയുന്നത് അതിന് ശേഷമാണ്. അതിന് നമ്മളാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. ജഹാംഗീർ ആർട്ട് ഗാലറി ഏറ്റവും വലിയ ഷോ ആയിരുന്നു അത്. അക്കാലത്ത് നടന്നിട്ടുള്ള, അക്കാലത്തിന് മുമ്പ് അതുപോലത്തെ എത്ര വലിയ ഷോ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളികളായിട്ടുള്ള ചിത്രകാരന്മാർ മാത്രമല്ല, സ്കൾപ്റ്റേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോ ആർട്ടിസ്റ്റുകൾ, ന്യൂ മീഡിയ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ വിവിധ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന കലാകാരന്മാരുടെ വർക്കാണ് 2005 ചെയ്യുകയും അപ്പോഴൊക്കെയാണ് അറിയുന്നത് കേരളത്തിലുള്ള കലാകാരന്മാർ. ഞാനതെന്ത് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ ആഴ്ചയിൽ എക്സിബിഷനുകൾ മാറുന്ന സ്ഥലമാണ്. അവിടെ ബംഗാൾ സ്കൂളിൻ്റെ ആർട്ടിസ്റ്റുകളെ കാണിക്കുന്നു, ബറോഡ സ്കൂളിൻ്റെ ആർട്ടിസ്റ്റുകളെ കാണിക്കുന്നു. പക്ഷെ കേരളത്തിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ഒരു വലിയ ഗ്രൂപ്പായിട്ടുള്ള ഷോ ഒരിക്കലും വന്നിട്ടില്ല. അങ്ങനെയാണ് മനസ്സിൽ തോന്നിയിട്ട് 2005 അങ്ങനെ ചെയ്യുന്നത്. അത് വളരെ സക്സസ്ഫുള്ളായിരുന്നു. അതിൽ വളരെയധികം കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇൻ്റർനാഷണലി കിട്ടിയിട്ടുണ്ട്, നാഷണലി കിട്ടിയിട്ടുണ്ട്, പിന്നെ അവർക്ക് ഗാലറികൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കലാലോകത്ത് നടക്കുന്ന സംഭവങ്ങളിൽ. അപ്പോൾ 2005 ആ ഷോയിൻ്റെ സക്സസ് നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളതാണ്. അതിനുശേഷമാണ് നമ്മളുടെ ബിനാലെ 2010 ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുന്നത് ശ്രീ ബേബി നമ്മളോട്, ഞാനും റിയാസുമാണ് അന്ന് തുടക്കത്തിൽ ഇതിൻ്റെ മേൽനോട്ടം നടത്തിയിരുന്നത്. കലാകാരന്മാർ ആരംഭിക്കുന്നു എന്നുള്ള രീതിയിലാണ് ബിനാലെ നമ്മൾ അന്ന് കൺസീവ് ചെയ്തത്. ഐഡിയേറ്റഡ് ബൈ ആർട്ടിസ്റ്റ്, ക്യൂറേറ്റഡ് ബൈ ആർട്ടിസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബിനാലെ ഫൗണ്ടേഷൻ. 2010 നമ്മൾ ഫൗണ്ടേഷൻ ഓഗസ്റ്റ് മാസമാണ് ചെയ്യുന്നത്. അന്ന് 4 ലൈഫ് മെമ്പേഴ്സാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ശ്രീ ബോണി തോമസ്, സുനിൽ ബി, അഡ്വർടൈസിങ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ഇൻക്രെഡിബിൾ ഇന്ത്യയൊക്കെ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ് സുനിൽ ബി, കണ്ണൂർക്കാരനാണ്. ബോണി തോമസിനെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോണിക്ക് കൊച്ചിയെക്കുറിച്ച് അറിയുന്ന പോലെ മറ്റുള്ള ആൾക്കാർ, അത് ഞാൻ ബോംബെയിലാണ് താമസം, പക്ഷേ കൊച്ചിയുടെ ചരിത്രവും കൊച്ചിയുടെ ഓരോ മനുഷ്യരെയും അറിയുന്ന ആളാണ് ബോണി തോമസ്. അങ്ങനെയാണ് ബോണീനെ നമ്മൾ ക്ഷണിക്കുന്നത്. പിന്നെ റിയാസ് കോമും കലാകാരൻ എന്ന നിലയിൽ വളരെയധികം പ്രധാനപ്പെട്ടൊരു കലാകാരൻ.
1992 അദ്ദേഹം ബോംബെയിൽ വരുന്നത്. അന്ന് തുടങ്ങിയുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം. അപ്പം അങ്ങനെ ഉള്ള 4 പേരാണ് ആദ്യ സ്ഥാപകർ ബിനാലി ഫൗണ്ടേഷൻ്റെ. ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നതും നമ്മൾ ഡൽഹിയിൽ പോയതിന് ശേഷമാണ്. ഡൽഹിയിൽ പോകുന്ന സമയത്ത് ശ്രീ അമിതാഭ് കാന്ത് ഉണ്ടായിരുന്നു കൂടെ, ശ്രീ ഡോക്ടർ വേണു കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്നത്തെ ടൂറിസവും കൾച്ചറിൻ്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ ഡോക്ടർ ശ്വേതൽ പട്ടേൽ ഫ്രം ലണ്ടൻ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, ബേബി സാറ്, ശ്രീ പ്രൊഫസർ കെ വി തോമസ്, എന്നെ എല്ലാവരും കൂടിയിട്ടാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ ചർച്ചയ്ക്ക് പോയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കിയപ്പോൾ 102 കോടി രൂപയോളമാണ് അതിന് ബഡ്ജറ്റ് തയ്യാറാക്കിയിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മ്യൂസിയങ്ങളോ ഗാലറികളോ ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ ബിനാലെ ചെയ്യാൻ പോകുന്നത്. ലോകത്തിൽ നടക്കുന്ന മറ്റുള്ള ബിനാലകളുടെ എക്കണോമിക്സ് നോക്കിയിട്ടാണ്, ആ റിപ്പോർട്ടുകളൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഏകദേശം ഇത്ര പൈസ ചിലവാക്കേണ്ടി വരും എന്ന് ആലോചിക്കുന്നത്. 2010 കാര്യമാണ് ഞാൻ പറയുന്നത്, 10-11 കാര്യം. ആ സമയത്ത് വളരെയധികം ആൾക്കാർ നമ്മൾ അതിൽ സഹായിച്ചിട്ടുണ്ട്. ആർക്കിടെക്റ്റ് ബെന്നി കുര്യാക്കോസ് വരുന്നു, രാധിക ദേശായി വരുന്നു. ആദ്യം കിട്ടുന്ന പൈസ, അതായത് ഈ ബിനാലയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടർ തോമസ് ഐസക്കാണ് 10 കോടി പറയുകയും 5 കോടി ഇമ്മീഡിയറ്റായിട്ട് റിലീസ് ചെയ്യാനും പറയുന്നതും അന്നത്തെ ടൂറിസം സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറായിരുന്ന ശിവശങ്കർ സാറും കൂടിയിട്ടൊക്കെയാണ് അന്ന് നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് പൈസ റിലീസ് ചെയ്യുന്നത്. അതിനു ശേഷമാണ് നമ്മൾ ആദ്യ തീരുമാനം എടുക്കുന്നത്. ബിനാലെ ഫൗണ്ടേഷൻ എടുത്ത തീരുമാനം, നമ്മുടെ നാട്ടിൽ വെതർ കൺട്രോൾഡ് ആയിട്ടുള്ള, ക്ലൈമറ്റ് ശീതീകരിച്ചിട്ടുള്ള മ്യൂസിയങ്ങളോ ഗാലറികളോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ലളിതകലാ അക്കാദമിയുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ലളിതകലാ അക്കാദമി 5 മാസക്കാലം നമുക്ക് തരാമെന്ന് പറയുകയും നമ്മൾ റീഫർബിഷ് ചെയ്യുകയും അത് ആർക്കിടെക്റ്റ് രാധിക ദേശായിയെ കൊണ്ടുവരികയും അതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസർവേഷൻ ആർക്കിടെക്റ്റായിട്ടുള്ള വികാസ് ദിലവാരിയാണ് നമ്മളുടെ ലളിതകലാ അക്കാദമി റീഫർബിഷ് ചെയ്തത്. അന്ന് നമ്മൾ വളരെയധികം ഏറ്റവും ലോകത്തിലെ ഏറ്റവും നല്ല മ്യൂസിയം ലൈറ്റിംഗ് ആണ്, എർക്കോ കമ്പനിയുടെ ലൈറ്റിങ്ങും അതുപോലത്തെ തന്നെ ശീതീകരണവുമാണ് ചെയ്തിട്ടുള്ള ഗാലറി നടത്തിയത്. ഗാലറി ചെയ്യുന്നതിന് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് പ്രധാനപ്പെട്ട കലാകാരന്മാരുടെ പഴയ മ്യൂസിയം ക്വാളിറ്റി വർക്കുകളൊക്കെ എക്സിബിറ്റ് ചെയ്യണമെന്ന്, പേപ്പർ വർക്കുകളോ ഫോട്ടോഗ്രാഫിയോ അങ്ങനെയൊക്കെ എക്സിബിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശീതീകരണം കറക്റ്റായിട്ടുള്ള സ്പേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ ചെയ്യുന്നത്. അത് ഇന്നും പ്രധാനപ്പെട്ട ലൊക്കേഷനായിട്ട് മാറാനുള്ള കാരണം അന്ന് നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല നല്ല ഷോകൾ ഇപ്പം തന്നെ ഗുലാം മുഹമ്മദ് ഷെയ്ഖിൻ്റെ പ്രധാനപ്പെട്ട എക്സിബിഷൻ KNMA നടത്തുന്ന പ്രദർശനം, ബിനാലിയോട് അനുബന്ധിച്ച് നടത്തുന്ന ഷോ ആണത്. അതൊക്കെ പ്രധാനപ്പെട്ട ഷോകൾ വരാനുള്ള കാരണം നല്ലൊരു സ്ഥലമുള്ളത് കൊണ്ടാണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മളുടെ ചരിത്രവും ഹ്യൂമൻ പ്രസൻസ്, അതായത് ഹെറിറ്റേജ്, ഹ്യൂമൻ ഹെറിറ്റേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യപരമായിട്ടുള്ള ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. 3 അതായത് ഡച്ച്, പോർച്ചുഗീസ്, ബ്രിട്ടീഷ്, അവരെല്ലാവരും ഈ 3 ഒരുപക്ഷെ ഈ 3 യൂറോപ്യൻ കൺട്രീസ് ഡോമിനേറ്റ്, അതായത് റൂൾ ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഭരിച്ചിട്ടുള്ള ആ സമയത്ത് ഭരിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് വാസ് ദ കൈൻഡ് ഓഫ് കറക്റ്റിംഗ്. പക്ഷെ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ വേറെ എങ്ങും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം ആ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സാമൂഹികം എന്ന് പറയുന്നത് ജനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് വിവിധ ഭാഷകൾ, വിവിധ തരത്തിലുള്ള നിറത്തിലും ഭാഷയിലും രാജ്യത്തിലും നാട്ടിലുമുള്ള ആൾക്കാരുടെ ഒത്തൊരുമയുടെ സ്ഥലമാണ് കൊച്ചി. അതുകൊണ്ട് തന്നെയാണ് കൊച്ചി ബിനാലെയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്.
ഒരു ഐഡിയൽ ലൊക്കേഷൻ, ലോകത്തിലെ ഏറ്റവും ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൊച്ചിയായിരിക്കും. ഒരുപക്ഷെ ബിനാലയ്ക്ക് പറ്റിയതും ബിനാലെ പോലത്തുള്ള സാംസ്കാരികപരമായിട്ടുള്ള ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ലൊക്കേഷൻ കൊച്ചി തന്നെയാണ്. അത് നമ്മളൊരിക്കലും ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത വിജയമാണ് കൊച്ചി ബിനാലയ്ക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അത് വന്നു ചേർന്നിട്ടുള്ള ആത്മവിശ്വാസവും ട്രസ്റ്റും, അത് ഒരു കാര്യത്തിൽ ചെയ്യുന്നതിനുള്ള ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തത് കുറച്ച് സമയമെടുത്തിട്ടാണ്. ഓരോ തവണയും നമ്മളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് സാമ്പത്തികപരമായിട്ട് സഹായിക്കുന്ന കേരള സ്റ്റേറ്റാണ് ആദ്യത്തെ ഇൻവെസ്റ്റർ. അതിനുശേഷം ഓരോ ഇൻഡിവിജ്വലുകളും എന്തിനു വേണ്ടിയിട്ട് കൊച്ചി ബിനാലയെ സഹായിക്കുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാംസ്കാരികപരമായിട്ട് സാമ്പത്തികപരമായി നമ്മളാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, എക്കണോമിക്കലി we could bring that kind of funds to sustain this organization because of people's trust in the organization. അപ്പോൾ അങ്ങനെയാണ് പുതിയ ആൾക്കാർ. ഇപ്പം ഞാൻ ഒരു മാസം മുമ്പ് റിസൈൻ ചെയ്തതാണ്. കൊച്ചി ബിനാലെ ഫൗണ്ടേഷനിൽ നിന്ന് റിസൈൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം കൊച്ചി ബിനാലെ ഈസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ ഇക്കണോമിക്കലി. എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കിട്ടാനുണ്ട് ബിനാലയ്ക്ക്, പക്ഷേ ദർ ഇസ് 7 ഇൻഡിവിജ്വൽ കമ്മിറ്റഡ് 1 കോടി രൂപ വീതം 5 വർഷത്തെ കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 25 ലക്ഷം 50 ലക്ഷം ഇങ്ങനെ വളരെയധികം ആൾക്കാർ സാമ്പത്തിക സഹായം കമ്മിറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിന് ബെനിഫാക്ടർ എന്ന് പറയും. അതുപോലെ തന്നെ പേട്രൻസ് ഉണ്ട്. ബിനാലെ സമയത്ത് സഹായിക്കുന്ന ആൾക്കാരാണ് പേട്രൻസ്. 1 കോടി രൂപ അല്ലെങ്കിൽ 50 ലക്ഷം 10 ലക്ഷം ഇങ്ങനെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ബിനാലെ ഫൗണ്ടേഷന് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 വർഷം മുമ്പ് പഴയ സ്ട്രക്ചറിൽ നിന്ന് മാറ്റി ഇപ്പോൾ പുതിയ സ്ട്രക്ചറാണ് ബിനാലെ ഫൗണ്ടേഷനുള്ളത്. എല്ലാവർക്കും ഈക്വൽ ട്രസ്റ്റീസിനും ഈക്വൽ പൊസിഷൻസാണ് ഉള്ളത്. അങ്ങനെയുള്ള രീതിയിൽ ബിനാലെ ഫൗണ്ടേഷൻ ഈസ് ഗോയിങ് എക്സ്ട്രീംലി വെൽ. വളരെയധികം സഹായങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരിക്കലും അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തുനിന്ന് എപ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഈ റെസിഗ്നേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, അതായത് ഈ കേരളത്തിലിപ്പം നടന്ന് കഴിഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളെല്ലാം ഇൻസ്പയർ ആയിട്ടുള്ളത് ബിനാലെ എന്ന് പറയുന്ന ഈ അബ്സല്യൂട്ട്ലി. KLF എടുത്താലും മാതൃഭൂമിയുടേതായിട്ടുള്ള എടുത്ത ഏതൊരു ഫെസ്റ്റിവലും കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഇത് പാകിസ്ഥാനിൽ വരെ നമ്മളുടെ കൊച്ചി ബിനാലയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ലാഹോർ ബിനാലയും ആരംഭിക്കുന്നത്. അതും കലാകാരന്മാരാണ് ആദ്യം ആരംഭിക്കുന്നത്. പിന്നീട് അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ സെറിൻഡിപ്പിറ്റി, ഗോവയിൽ നടക്കുന്ന സെറിൻഡിപ്പിറ്റി ഫെസ്റ്റിവൽ, ബംഗാൾ ബിനാലെ, ഇതെല്ലാം ആരംഭിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. പക്ഷെ കൊച്ചി കനോട്ട് ബി, കൊച്ചിയെ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ജനങ്ങളുമാണ്. ആ നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചൊരു പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചി ബിനാലയ്ക്ക് നോൺ ആസ് പീപ്പിൾസ് ബിനാലെ. അത് പെട്ടെന്ന് വന്നതൊന്നുമല്ല. അത് ജനങ്ങൾ തിരിച്ചറിയുകയും ഓരോരുത്തരും, അതായത് കേരളത്തെ പറ്റി നമുക്ക് ആദ്യകാലമേ അറിയാം. ഈ തൊഴിൽ സംബന്ധമായിട്ടുള്ള വളരെയധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ തൊഴിലാളികളാണ് നമ്മളുടേതായിട്ടുള്ള പ്രധാനപ്പെട്ട ശക്തി. അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാരായാലും ചായക്കടക്കാരായാലും ഹോം സ്റ്റേക്കാരായാലും ഹോട്ടലിയേഴ്സായാലും അവർക്ക് വരുന്ന സാമ്പത്തിക മേന്മയും അവർക്ക് വന്നിട്ടുള്ള മാനുഷികപരമായിട്ടുള്ള മാറ്റം കല സമാധാനം കൊണ്ടുവരുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കല ക്യാൻ ബി ഇറ്റ്സ് ലൈക്ക് യോക്കോ ഓണോൻ്റെയും ജോൺ ലെനൻ്റെയും ഒരു പ്രോജക്റ്റ് ഉണ്ട്, വാർ ഈസ് ഓവർ എന്ന് പറഞ്ഞിട്ട്. സമാധാനമാണ് ആക്ച്വലി കല കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. പക്ഷേ കല രാഷ്ട്രീയവുമാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ
ഫോർ എക്സാമ്പിൾ ഗോഞ്ച് ബിനാലെ ആരംഭിക്കുന്നത് പീപ്പിൾസ് അപ്രൈസിങ്ങിലാണ്. അവിടുത്തെ ഡിക്റ്റേറ്റർഷിപ്പ് നടന്നിരുന്ന സ്ഥലത്ത് വളരെയധികം മസാക്കേഴ്സൊക്കെ നടന്നിട്ടുണ്ട്, വളരെയധികം കൊലപാതകങ്ങൾ നടന്നതിന് ശേഷമാണ് ജനങ്ങളുണ്ടാക്കിയ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഓൾസോ ഇൻട്രസ്റ്റിംഗ് ലൊക്കേഷനുകൾ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ബിനാലെ അല്ലെങ്കിൽ വെനീസ്, ഇതെല്ലാം ഗോഞ്ചു, ഇതെല്ലാം കടലോരങ്ങളിൽ there is a kind of trade always used to happen. എനിക്ക് എപ്പോഴും ട്രേഡിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കാനുള്ളത് മുസിരിസിൻ്റെ പ്രാധാന്യം അതാണ്. മുസിരിസ് വാസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പോർട്ട് ഇൻ ദ വേൾഡ് അല്ലേ. ഏകദേശം 56ഓളം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ട്രേഡുകൾ നടന്നിട്ടുണ്ടെന്നാണ്, സാമ്പത്തിക വിനിമയങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് കൊച്ചി എന്ന് പറയുന്ന സ്ഥലം. അതിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ഒരു സാംസ്കാരിക സാമ്പത്തിക ലോകമാണ്. പ്രതീക്ഷിച്ചിരുന്നോ? അതായത് ഇപ്പോൾ ഒരു ആർട്ട് എക്സിബിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അത് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണ്. ഇപ്പോൾ ഒരു ആർട്ട് എക്സിബിഷനൊക്കെ നടക്കുമ്പോൾ അതിൽ എത്ര ആൾക്കാർ വരുന്നു എന്നുള്ളത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ബിനാലെ അതൊരു വേറൊരു ലോകമായി മാറി. ഒരുപാട് ആൾക്കാരുടെ പങ്കാളിത്തം. ദൂരെ ഇപ്പം കൊച്ചിയിലാണ് നടക്കുന്നതെങ്കിൽ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ആൾക്കാർ വന്ന് പങ്കെടുക്കുന്നു. അതൊരു പബ്ലിക് ഫെസ്റ്റിവൽ, ഒരു ആർട്ട് ഫെസ്റ്റിവൽ പോലെ അത് അങ്ങനെ ഒരു മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഫെസ്റ്റിവലായിട്ട് കാണാൻ ഞാൻ പറയത്തില്ല. ഇത് ഫെസ്റ്റിവൽ അല്ല, രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അത് കലയ്ക്ക് സാമ്പത്തികം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നമ്മുടെ കൊച്ചിയിൽ നടത്തുന്ന ഒരു ഇൻ്റർനാഷണൽ ബിനാലെയാണ്. ഇത് വളരെയധികം രാജ്യങ്ങളുമായിട്ട് നമ്മൾക്ക് സംവദിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. രാജ്യങ്ങളുടെ കലാകാരന്മാരെ കൊണ്ടുവരുവാനും അതിൻ്റെ ഓരോ കലാവസ്തുക്കളുടെ ഇൻഷുറൻസും കലാവസ്തുക്കൾ ഹാൻഡിൽ ചെയ്യുന്നതും ആർട്ട് ഹാൻഡിലിംഗ് അല്ലെങ്കിൽ ആർട്ട് ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചില രാജ്യങ്ങളിൽ. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരെയും പഠിപ്പിച്ച് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് വളർത്തിയെടുത്തിട്ടുള്ളത്. നമ്മളുടെ ബിനാലെയിലെല്ലാം തൊഴിലാളികൾ പഠിച്ച് വലുതാക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻസ്റ്റലേഷനുകളും മറ്റുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കലയെ എന്തിനാണ് നമ്മളൊരു ബിനാലെ നടത്തുന്നത്? ഞാൻ പഠിക്കുന്ന കാലത്ത് നമുക്കൊരു ട്രിനാലെ ഉണ്ടായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ ട്രിനാലെ ആരംഭിച്ചത് 1968 അത് ഡൽഹിയിലെ ലളിതകല അക്കാദമിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് വളരെ പ്രധാനപ്പെട്ടുള്ള മനസ്സുകൾ, അതായത് ചിന്തകർ ലൈക്ക് ഡോക്ടർ മുൽക്ക് ആനന്ദ്, മെക്സിക്കൻ അംബാസിഡറായിട്ടുള്ള നോബൽ സമ്മാനം കൈവരിച്ചിട്ടുള്ള ഒക്ടോവിയ പാസ്, ഇങ്ങനത്തെയൊക്കെയുള്ള ആൾക്കാരുള്ള സമയത്താണ് നമ്മളുടെ ആദ്യത്തെ ട്രിനാലെ ആരംഭിക്കുന്നത്. ട്രിനാലെ എനിക്ക് 2 പ്രാവശ്യം കാണാൻ എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ട്രിനാലെ കാണാൻ പഠിക്കുന്ന കാലത്ത് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ലോകവും പുതിയ ചിന്തകളും പുതിയ കാഴ്ചപ്പാടുകളും കാഴ്ചയുടെ സംഭവങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ടാണ്. അത് കണ്ടറിയുവാനും തൊട്ടറിയുവാനുമുള്ള സമയമാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ട്രിനാലെ തന്നത്. അതുപോലെ തന്നെയാണ് ബിനാലെയും നമുക്ക് തന്നിട്ടുള്ളത്. ഇത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഈ ബിനാലെ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് കാണണം. അതിൽ നടക്കുന്ന വളരെയധികം വെർട്ടിക്കലുകളുണ്ട്. സ്റ്റുഡൻസ് ബിനാലെ, ABC ആർട്ട് ബൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മാസ്റ്റേഴ്സ് വന്നിട്ട് അതിൻ്റെ വർക്ക്ഷോപ്പുകൾ കൊടുത്തിട്ടുള്ള സംഭവങ്ങളാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വിവിധ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ഫിലിം മേക്കേഴ്സ് വരുന്നുണ്ട്, തോൽപ്പാവക്കാർ വരുന്നുണ്ട്, അതേപോലെ ക്രാഫ്റ്റ്മെൻസ്, അതുപോലത്തെ വളരെയധികം വെർട്ടിക്കലുകളും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ളൊരു സ്ഥാപനമാണ് കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ. അതിൻ്റെ വെർട്ടിക്കലുകളാണ് ക്യൂറേറ്റഡ് ആണ്. എല്ലാം ക്യൂറേറ്റഡ് എന്നുള്ളൊരു പ്രധാനപ്പെട്ടൊരു ഭാഗം കൂടിയുണ്ട്. സ്റ്റുഡൻസ് ബിനാലെ ആയാലും ക്യൂറേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇടം എന്ന് പറയുന്ന പ്രോജക്റ്റ് കഴിഞ്ഞ എഡിഷനിലാണ് നമ്മൾ ആരംഭിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലേതായിട്ടുള്ള കലാകാരന്മാർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്
ബിനാലെ നടക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് ബിനാലെ പോലെ തന്നെ കേരളത്തിലെ ഇതായിട്ടുള്ള മറ്റുള്ള കലാകാരന്മാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ചതാണ് ഇടം എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഇത് 2ാം എഡിഷനാണ്. അതും ക്യൂറേറ്റ് ചെയ്യുന്നത് മധുസൂദനൻ എന്ന് പറയുന്ന കലാകാരനും ഐശ്വര്യ സുരേഷ് എന്ന് പറയുന്ന ഒരു യങ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇത് 36 കലാകാരന്മാർക്കാണ് 3 വെന്യൂകളിലായിട്ട് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുള്ളത്. ദർ ഈസ് അബൌട്ട് 30ഓളം വെന്യൂകളുണ്ട്. അതിൽ 8 വെന്യൂകൾ കൊളാറ്ററൽസാണ്, സമാന്തരമായിട്ടുള്ള പ്രദർശനങ്ങൾ നടത്തുന്നതാണ്. ബിനാലെ ഫൗണ്ടേഷൻ നടത്തുന്നത് കൊച്ചി മുസിൽസ് ബിനാലെ നമ്പർ 1 വെർട്ടിക്കൽ, 2ാമത്തത് സ്റ്റുഡൻസ് ബിനാലെ, 3ാമത്തത് ABC പ്രോഗ്രാം, ദെൻ 4ാമത്തത് നമ്മളുടെ ഇടം പ്രോജക്റ്റ്, അതുപോലെ തന്നെ ഇൻവിറ്റേഷൻസ് പ്രോഗ്രാം. ഇൻവിറ്റേഷൻസ് അത് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. അതായത് സൗത്തിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് അമേരിക്ക, അതുപോലെ തന്നെ ആഫ്രിക്കൻ കൺട്രീസ്, ഇങ്ങനെയുള്ള 11ഓളം പ്രൊജക്റ്റുകളാണ് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 22 വെന്യൂസ് full of art, our city becomes a university, city become an educational place. അതാണ് നമ്മൾ കാണുന്നത്. ഓരോ വർഷവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ ക്യൂറേറ്റേഴ്സ് വരുന്നു, പുതിയ ചിന്തകൾ കാണാനും അറിയാനും പറ്റുന്നു. എങ്ങനെയാണ് ലോകത്തിലെ കലാലോകം ചിന്തിക്കുന്നത് എന്നറിയാൻ പറ്റുന്നു. അങ്ങനെയൊക്കെയുള്ള വളരെയധികം ഓപ്പർച്യൂണിറ്റീസാണ്. ബിനാലെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയിരിക്കും. വലിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിനെ ലോകത്തിൻ്റെ മാപ്പിൽ ഒരു പ്ലേസ്, കേരളം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മാപ്പിലുള്ള സ്ഥലത്താണ്, പക്ഷേ ഒരു പേര് കൊടുക്കുക എന്ന് പറയുന്നത് ബിനാലെ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ ഒരു സുഹൃത്ത് അജീവിയൻ, തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹം റോത്തർഡാമിൽ 20 വർഷം താമസിച്ച ഒരാളാണ്. എന്നോട് കഴിഞ്ഞ 2 മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ആദ്യകാലങ്ങളിൽ ആൾക്കാരോട് ഞാൻ പറയും കേരളത്തിലാണ് താമസം. അപ്പോൾ അവർ ഐ ഹാഡ് ടു ഡ്രോ ആൻഡ് ഷോ. അതായത് ഞാൻ ഡ്രോ ചെയ്ത് കാണിച്ചു കൊടുക്കണം കേരളം എവിടെയാണ്, ഇന്ത്യയുടെ ഏത് ഭാഗത്താണെന്ന് പറയാം. ഇന്ന് കൊച്ചി ബിനാലെ എന്ന് മാത്രം എനിക്ക് പറഞ്ഞാൽ മതി. വേറായാം അപ്പോൾ അത്രയ്ക്ക് മാറ്റങ്ങളാണ് കൊച്ചി ബിനാലെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓഫ് കോഴ്സ് നമ്മളുടെ ഡയാസ്പോറ ആൾക്കാർ വളരെയധികം, നമ്മളുടെ UAE എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കേരളത്തെ പറ്റി അറിയാം. പക്ഷേ യൂറോപ്യൻ കൺട്രീസിനോ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആൾക്കാർക്കോ കൊച്ചി എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സിലിക്കൺ വാലിയിലെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം കൊച്ചി എവിടെയാണെന്ന്. ഐ ഡു റിമെമ്പർ ദ കൺവെർസേഷൻസ്. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കൊച്ചി എന്ന് പറയുന്നത് സിലിക്കൺ വാലിയിലെ ആൾക്കാർ വളരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ ഇങ്ങനത്തെ വളരെ കൊച്ചി ബിക്കം എ കൈൻഡ് ഓഫ് പ്രൈഡ് തിങ് ഫോർ കേരള. കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ആ ഇൻവെസ്റ്റ്മെൻറ്റ് വേറൊരു സംസ്ഥാനവും ചെയ്തിട്ടില്ലെന്ന് ആലോചിക്കണം. കൾച്ചറിന് വേണ്ടിയിട്ട്, കൾച്ചറൽ എക്കണോമിയെ പറ്റി പഠനങ്ങൾ നടത്തിയിട്ടില്ല നമ്മളുടെ നാട്ടിൽ, ആരും നിന്ന് നടത്തിയിട്ടില്ല. കൾച്ചറൽ എക്കോണമി ഈസ് എ ഹ്യൂജ് തിങ്. അത് ടൂറിസത്തിന് കിട്ടുന്ന, ഫോർ എക്സാമ്പിൾ 80% ആൾക്കാരാണ് ടൂറിസവും, അതായത് കൾച്ചറൽ ടൂറിസ്റ്റുകളായിട്ട് യൂറോപ്പിൽ യാത്ര ചെയ്യുന്നു. 80%. ഓൺലി 20% ഈസ് ഗോയിങ് ടു അതർ പ്ലേസസ്. ഈ കൾച്ചറൽ ടൂറിസ്റ്റ് ആർ ആക്ച്വലി എക്കണോമിക്കലി നോക്കുകയാണെങ്കിലും അവർ സ്പെൻഡ് ചെയ്യുന്ന തുക മച്ച് മോർ ദാൻ എനിബഡി എൽസ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്, അതായത് നമ്മളുടെ നാഷണൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ സ്റ്റഡി നടത്താവുന്നതാണ്. എങ്ങനെയാണ് കൾച്ചറിന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. There is a very important study about cultural institution change the ബിൽബാവോ എഫക്റ്റ് എന്ന് പറയും. എക്കണോമിക് സ്റ്റഡീസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബിൽബാവോ എഫക്റ്റ്. ബിൽബാവോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെയിനിലെ ഒരു നഗരമാണ്. അതിൽ ഒരു മ്യൂസിയം 800 മില്യൺ യൂറോ ചിലവാക്കി നിർമ്മിച്ച ഒരു മ്യൂസിയം ഉണ്ട്. അതൊരു നഗരത്തെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയമാണ്. 800 മില്യൺ യൂറോ 6 വർഷത്തിനകം അവിടെ ടൂറിസം വഴി തിരിച്ചു കിട്ടുന്നു, കൾച്ചറൽ ടൂറിസം വഴി തിരിച്ചു കിട്ടുന്നു. അതിൻ്റെ സ്റ്റഡീസിനാണ് പറയുന്നത് ബിൽബാവോ എഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇങ്ങനെ വളരെയധികം
കൾച്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഒരു നല്ലൊരു മ്യൂസിയം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി ടു സേ വി ഡോണ്ട് ഹാവ് എ മ്യൂസിയം. നല്ലൊരു പ്രോജക്റ്റ് ഡോക്ടർ തോമസ് ഐസക് ഇനീഷ്യേറ്റ് ചെയ്തിരുന്നു, കൾച്ചറൽ സെൻറ്റേഴ്സ് ഇൻ 14 districts. ഇറ്റ്സ് എൻ ഇൻക്രെഡിബിൾ തിങ്. പക്ഷേ അതിൽ കുറച്ച് പരാജയങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് ആർക്കിടെക്ചർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്യൂറേറ്റോറിയൽഷിപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ബോക്സ് നിർമ്മിക്കേണ്ടത്, ഇവ കാര്യങ്ങൾ അറിയാതെയാണ് ചില സ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ളത്. ഐ എം സോറി ടു സേ ദിസ്. പക്ഷേ ദർ ആർ ഇൻക്രെഡിബിൾ പോസിബിലിറ്റീസ്. നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന അവർക്ക് സാമ്പത്തികപരമായിട്ട് വളരെയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഖത്തർ അല്ലെങ്കിൽ UAE അവർ കൾച്ചറിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ആ നാട്ടിൽ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും. റോഡ് സൈഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രമാത്രം തുകകളാണ് അതായത് സാമ്പത്തികപരമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ യാത്ര ചെയ്ത് കാണുന്നു എന്നുള്ളതാണ്. ആ യാത്ര ചെയ്യുന്നതിന് കാരണങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിൽ പച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഓർഗനൈസേഷൻ പോലെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പച്ച. വൺ ഓഫ് മൈ ട്രസ്റ്റി ജോസ് ഡൊമിനിക്, ഇപ്പോൾ അദ്ദേഹം ഓർഗനൈസേഷനിലില്ല, പക്ഷേ ആദ്യകാലത്ത് അദ്ദേഹം പറയാമായിരുന്നു റെഡ് മെയ്ഡ് കേരള ഗ്രീൻ. റെഡ് മെയ്ഡ് കേരള ഗ്രീൻ. ഐ ഡു സ്ട്രോങ്ലി ബിലീവ് ദാറ്റ്. ആ കമ്മിറ്റ്മെൻറ്റ് അത് രാഷ്ട്രീയ ബോധം, അതായത് സാധാരണക്കാരൻ്റെ രാഷ്ട്രീയ ബോധത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൊരു സാധനമാണ്. രാഷ്ട്രീയ ബോധം മാത്രമല്ല, അതിൽ നിന്ന് കാർഷിക ബോധവും എല്ലാം വി ക്യാൻ കണക്ട് വിത്ത് ലോട്ട് ഓഫ് തിങ്സ്. ഇറ്റ്സ് എൻ ഇൻക്രെഡിബിൾ സ്റ്റേറ്റ്മെൻറ്റ്, റെഡ് മെയ്ഡ് കേരള ഗ്രീൻ. അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കണം. 44 നദികളുള്ള കേരളം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് കേരള ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്. ഇപ്പോൾ നമ്മൾ സെക്യുലറിസം പറയുകയാണെങ്കിലും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ആർട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രീഡമാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിനും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫ്രീഡത്തിനും സംഭവിച്ചിട്ടുള്ളത്. അതിപ്പോൾ നമുക്ക് ഏത് ഫീൽഡ് എടുത്താലും, മീഡിയ, ജേർണലിസം, ഇത് വരയായാലും സിനിമയായാലും ഏത് ഇതെടുത്താലും ഫ്രീഡം എന്ന് പറയുന്നതിന് ഒരു ഭംഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുകയാണ്. ഹൗ ഡു യു ഫീൽ ലൈക്ക് കേരള എന്ന് പറയുന്ന കേരള സ്റ്റോറിയുടെ കാര്യം റിയലി റെഡിക്കുലസ്, ഏത് ലോകത്താണ് ജീവിക്കുന്നത് വളരെ. പക്ഷേ ദർ ഈസ് എ കൈൻഡ് ഓഫ് നുണ പറഞ്ഞ് അത് സത്യമാക്കുന്ന ഒരു രീതിയുണ്ട്. അത് വളരെയധികം പ്രാക്ടിക്കലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നുണ സത്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. എത്ര പേർക്കറിയാം ആർക്കാണ് എഡ്യൂക്കേഷൻ ഉള്ളത്, ആർക്കാണ് എഡ്യൂക്കേഷൻ ഇല്ലാത്തത്, എല്ലാ സംഭവങ്ങളും ആർക്കറിയാം. എത്ര കാതുകളിൽ അത് എത്തുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് അത് എത്തുന്നത്. കേരളത്തിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഇത്രയും ആൾക്കാർ ന്യൂസ് പേപ്പർ വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ മീഡിയ നോക്കുന്നതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവുമായിട്ടുള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല. ഒരു ചെറിയ സംഭവം ഇവിടെ കേരളത്തിൽ നടന്നാൽ അത് ചർച്ച ചെയ്യുന്നൊരു രീതിയുണ്ട്. ചർച്ച ചെയ്യുന്നത് അത് ശരിയായ രീതിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചർച്ച അറ്റ്ലീസ്റ്റ് ദാറ്റ് വിൽ ബി നോട്ടീസ്ഡ് ബൈ പോലീസ്, ദാറ്റ് വിൽ ബി നോട്ടീസ്ഡ് ബൈ ജുഡീഷ്യറി, ദാറ്റ് വിൽ ബി നോട്ടീസ്ഡ് ബൈ ദ സ്റ്റേറ്റ്. എല്ലാവരും ജനങ്ങളെ തിരിച്ചറിയുന്ന രീതിയിലുള്ള സംഭവമാണ്. അത് കേരളത്തിലെ ഉള്ള സ്വാതന്ത്ര്യം മറ്റൊരു സംസ്ഥാനത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ലിവ് ഇൻ ബോംബെ. ബോംബെ ഈസ് എൻ ഇൻക്രെഡിബിൾ സിറ്റി. അത് because of the people from different parts of India. And Bombay is not built by just Maharashtrians. അതുപോലെ തന്നെയാണ് കൊച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞ പോലെ. കേരളത്തിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന വാക്കുകൾ പോലും ഉണ്ട്. അവിടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതിഥികളുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം ഈ തരത്തിലുള്ള ചിന്തകളും മാറ്റങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. അത് ഏതൊരു പാർട്ടിയായാലും എനിക്ക് തോന്നുന്നത് അത് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മറ്റുള്ളവരെ സ്വീകരിക്കുവാനുള്ള ആതിഥേയത്വം അത് വളരെയധികം
കാണാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലാണ്. അവരോട് ചോദിച്ചാൽ അറിയാം. ഞാൻ വളരെയധികം കാലങ്ങളായിട്ട് UP-യിലെ ആൾക്കാരായിട്ട് എൻ്റെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ മാത്രം വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് അവർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് മാനുഷികമായിട്ട് പെരുമാറും എന്നുള്ളൊരു സംഭവമാണ്. ആ മാനുഷികതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എൻ്റെ വർക്ക് ചെയ്യുന്ന സഞ്ജയ് സാഹനി എന്ന് പറയുന്ന ആൾ 20ഓളം വർഷമായി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ബോംബെയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ ഇപ്പോൾ നാട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹം 45ഓളം ആൾക്കാരെയാണ് കൊച്ചിയിൽ കൊണ്ടുവന്ന് വർക്ക് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വർക്ക് ചെയ്യാൻ അവർക്ക് വളരെ താല്പര്യമുണ്ട്. അത് ബഹുമാനിക്കുന്നുണ്ട്. തൊഴിലാളികളെ ബഹുമാനിക്കുന്ന ഒരു നാടാണ് കേരളം. അത് കാശുള്ളവന് മാത്രമല്ല. കാശുള്ളവർ കാശ് തന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനാലിക്ക് തന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ തന്നെന്ന് ഞാൻ പറയത്തില്ല. കേരളത്തിലെ ബിനാലിക്ക് സഹായിച്ചിട്ടുള്ളത് കേരളീയരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് ഷാർജയിലും അബുദാബിയിലും ചെന്നൈയിലുമുള്ള ആൾക്കാരാണ്. മരിയം റാം ഫ്രം ചെന്നൈ, അദീബ് ഈസ് ഫ്രം അബുദാബി, ഷബാന ആൻഡ് ഫൈസൽ ഫ്രം ഷാർജ. മലയാളികളായിട്ടുള്ള വളരെയധികം ബില്യനേഴ്സും മില്യനേഴ്സും ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ കേരളത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സഹായിച്ചിട്ടുള്ള പുറത്തുനിന്നുള്ള ഡയാസ്പോറ കമ്മ്യൂണിറ്റിയാണ് കൊച്ചി ബിനാലേനെ നിലനിർത്തുന്നത്. ആക്ച്വലി അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അനു മെൻഡ എന്ന് പറയുന്ന ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് 1 കോടി തരുന്നു. അതുപോലെ തന്നെ ഷെഫാലി ഡൽഹിയിൽ നിന്ന് they don't have any connection with Kerala. Okay. പക്ഷെ അവർ ഈ കൾച്ചറിനെ ബഹുമാനിക്കുന്ന ആൾക്കാർ, കലാകാരന്മാരെ ബഹുമാനിക്കുന്ന കലാകാരന്മാരെ മാത്രമല്ല കലയെയും മനുഷ്യരെയും ബഹുമാനിക്കുന്ന കേരളത്തിൽ വരുമ്പോഴുണ്ടാകുന്ന മാറ്റം വളരെ വ്യത്യാസമാണ്. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഷയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, ചോദ്യത്തിൽ നിന്നാണ് ഉത്തരം. എനിക്ക് പറയാനുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിലും അതൊരു പ്രൊപ്പഗാൻഡ രീതിയിലാണ് എക്സിബിഷൻസുകൾ നടക്കുന്നത്. ബീഹാർ മ്യൂസിയം എടുക്കുക, ഏതെങ്കിലും മ്യൂസിയങ്ങൾ എക്സിബിഷൻസുകൾ കാണുമ്പോൾ മിക്കപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രൊപ്പഗാൻഡയാണ്. ദർ ഇസ് നത്തിങ്, ഐ മീൻ റിയലി പീപ്പിൾ cannot really talk about authentic ഒരു കാശ് കൊടുത്ത് വാങ്ങാവുന്ന സംഭവങ്ങളാണ് അതൊക്കെ. ഇവിടെ ബിനാലെ നടത്തുമ്പോൾ there are so many people also try to buy Biennale's tag. കൊച്ചി മുസിറിസ് ബിനാലെ ഓൾവേസ് കൊച്ചി മുസിറിസ് ബിനാലെ തന്നെയായിരിക്കും. മറ്റുള്ളവർ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊച്ചി ബിനാലയ്ക്ക് നമ്മൾ വളരെയധികം അഡ്വർടൈസ്മെൻറ്റുകളൊന്നും കൊടുക്കുന്നില്ല. അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ചെറിയതായിട്ട് ഹൂ ഈസ് ഗിവൺ അതിന് ചെറിയ ലോഗോസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് എ സോഫ്റ്റ് പവർ. നമ്മൾ വളരെയധികം CSRന് നമ്മൾ ഒരിക്കലും കാര്യങ്ങൾ ചോദിക്കാൻ യു ഹാവ് ടു ഗിവ് മൈ പോർട്രേറ്റ്, യു ഹാവ് ടു ഗിവ് മൈ കമ്പനീസ് നെയിം എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് CSR ഈസ് എ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നമ്മുടെ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ, കൊച്ചി മുസിറിസ് ബിനാലെ ഒരു മോഡലായിട്ട് വളരെയധികം ആൾക്കാർ പഠിക്കേണ്ട ഒരു സമയമാണ്. ദർ ഈസ് എ ബുക്ക് പബ്ലിഷ്ഡ് ഇൻ 2014, അത് ഇന്ത്യൻ ബിനാലെ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ആദ്യം ഒരു ബിനാലെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ലോകത്ത് നിന്ന് UK-യിൽ നിന്ന് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ആ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. ഞാൻ വളരെയധികം ബിനാലുകൾ കാണാൻ പോയിട്ടുണ്ട്. 2007 തുടങ്ങിയ വളരെയധികം ബിനാലുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ തിരിച്ചറിയുന്നത് ഓപ്പണിംഗ് ദിവസങ്ങളിൽ വളരെയധികം ആൾക്കാർ വരും. പക്ഷേ ഈ കൺസിസ്റ്റൻ്റായിട്ട് സാധാരണക്കാരെന്ന് പറഞ്ഞാൽ നാട്ടുകാർ, അതും എങ്ങനെയുള്ള ആൾക്കാർ, ഏതെല്ലാം ക്ലാസ്സിലുള്ള ആൾക്കാരാവാം, പക്ഷേ എല്ലാവരും വന്ന് കുടുംബത്തോടു കൂടി കാണുന്ന ബിനാലെ നമ്മുടെ കൊച്ചി ബിനാലെ മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് ആൾക്കാർ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ജനങ്ങൾക്ക് അറിയണം എന്നുള്ള താല്പര്യം. അതിൽ ചിനിക്കലായിട്ടുള്ള ആൾക്കാരുണ്ട്, വളരെ വിശാല മനസ്കരായിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് പറയാനുള്ളത് വളരെയധികം കാണുക, അതിനു വേണ്ടിയിട്ട് വളരെയധികം മ്യൂസിയങ്ങൾ ഉണ്ടാക്കുക. കേരള സ്റ്റേറ്റ് ഷുഡ് ഇൻവെസ്റ്റ് ഇൻ മ്യൂസിയംസ്. മ്യൂസിയംസ് അത് ടെമ്പററി മ്യൂസിയംസ് മതി.
You don't have to have a permanent collection. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ആരോഗ്യരംഗമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും കൾച്ചറൽ ഡെവലപ്മെൻ്റ് ആണെങ്കിലും ടൂറിസം ഡെവലപ്മെൻ്റ് ആണെങ്കിലും, ഹൗ ഡു യു ഫീൽ ലൈക്ക് ഒരു ഗവൺമെൻറ്റിന് വീണ്ടും തുടർഭരണം കൊടുക്കുക എന്ന് പറയുന്നത് ആ ഡെവലപ്മെൻ്റൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹൗ ഡു യു ഫീൽ ലൈക്ക്? ഇപ്പം കേരളത്തിൽ അങ്ങനെ ഒരു സാധനമില്ല. തുടർഭരണം എന്ന് പറയുന്നത് റെയറായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഇയേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഡു യു ഫീൽ ലൈക്ക് ഒരു തുടർഭരണം ഉണ്ടാവണോ ഉണ്ടാവണ്ടേ? ലൈക്ക് വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? എനിക്ക് തോന്നുന്നു 100% തുടർഭരണം ഉണ്ടാകണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ, വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്നും എനിക്കറിയാം. സാമ്പത്തികപരമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് പിടിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ വരുന്ന മിക്ക ടൂറിസ്റ്റുകളും എന്നോട് പറഞ്ഞിട്ടുള്ളത് വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്. അത് തന്നെയാണ്. അത് ഒരു യാത്ര ചെയ്യുമ്പോൾ നമുക്കിനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അർബൻ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അത് എഴുതിയിട്ടുള്ളത് ഇപ്പം കൊച്ചി നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെറിറ്റേജാണ്. ഹെറിറ്റേജ് സ്പേസസിന് വാല്യൂ നിലനിർത്തുകയും സമകാലീനതയെ കാണുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. സമകാലീനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ ഹെറിറ്റേജിനെ നശിപ്പിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ ഹെറിറ്റേജിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ ഓരോ സ്ഥലങ്ങളിലും വേണം. നമ്മൾ തിരുവനന്തപുരത്താണെങ്കിൽ വളരെയധികം ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളും എല്ലാം കേരളത്തിൽ 14 ഡിസ്ട്രിക്റ്റും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ കണ്ണോടിച്ചാൽ കേരളം സാംസ്കാരികപരമായിട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും സാംസ്കാരികത്തിലൂടെ തന്നെ സാമ്പത്തികം എത്തിപ്പിടിക്കാൻ പറ്റും എന്നുള്ളൊരു സ്റ്റേറ്റും കൂടിയാണ്. മറ്റുള്ള സ്റ്റേറ്റുകളെ പോലെയല്ല. ഒരുപക്ഷെ മറ്റുള്ള സ്റ്റേറ്റുകളിലും ഉണ്ടാകാം, പക്ഷേ ഇതുപോലത്തെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ളതും സ്നേഹിക്കുന്ന മനുഷ്യരുള്ള നാട് മറ്റുള്ളിടത്തുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് കേരളം തുടർഭരണം വരികയും വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. ചെയ്യണമെന്നുള്ള I mean there are so many things can be said. Yes. തുടങ്ങി വെച്ച കാര്യങ്ങൾ ഇപ്പം റോഡുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെയധികം മാറ്റങ്ങളുണ്ട്. യാത്ര ചെയ്യാനാണെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ളത്. ലോകത്തിൽ ഐ തിങ്ക് ഇൻ സെക്കൻഡ് പ്ലേസ് അതർ ദാൻ UK. എയർപോർട്ടിൽ വരുന്നത് നല്ലതാണോ ചീത്തയാണെന്നല്ല, പക്ഷേ ദർ ഇസ് എ കൈൻഡ് കണക്ടിവിറ്റി. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദറ്റ് ഇന്ന് കേരളത്തിലെ ആൾക്കാർ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം എന്തുകൊണ്ടാണ് UAE പ്രധാനപ്പെട്ട, അതായത് ദുബായ് പ്രധാനപ്പെട്ട ലൊക്കേഷനായി മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടെ ലാൻഡ് ചെയ്തിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. അതായത് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ടു മെനി കൺട്രീസ്, മെനി സിറ്റീസ്. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. അത് ടൂറിസത്തിൻ്റെ ഭാഗമാണ്. എയർലൈൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. ആർക്കിടെക്ചർ വളരെ പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അതിൻ്റെ ഡിസൈൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കേരളത്തെ മനോഹരമാക്കാനും ചീത്തയാക്കാനും ഡിസൈൻ പറ്റും. കുറേ അതിൽ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഡിസൈൻ പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും അവെയർനെസ് ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും കേരളം ശ്രദ്ധിക്കണം എന്നുള്ളത്. അത് ഇപ്പം നമ്മൾ പൊളിറ്റിക്കൽ ഇപ്പം ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുടെ അദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെയായിരുന്നു അത് ഡിസൈൻ ചെയ്തിരുന്നു എന്നാണ് കേട്ടത്. ഐ മീൻ അപ്പോൾ ഡിസൈനിൻ്റെ പ്രാധാന്യം പൊളിറ്റിക്കലിയും ആക്കാം. ലൈക്ക് ഒരു രാഷ്ട്രീയബോധമുള്ള ആൾക്കാർ എങ്ങനെയാണ് ഡിസൈൻ നോക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പ്രൊപ്പഗാൻഡ ആണെങ്കിൽ തിരിച്ചറിയാൻ പറ്റുകയും നമ്മൾ ആദ്യമേ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റുകളൊക്കെ വാൾ ടെക്സ്റ്റുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ പോർട്രേറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നത് ആ കൈയെഴുത്ത് സമയങ്ങളും എല്ലാം രാഷ്ട്രീയബോധം വളർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം സമയമില്ലാത്ത സമയത്തും ഞങ്ങളുടെ ഈ ഷോയ്ക്ക് വേണ്ടി സമയം തന്ന
ബോസ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വളരെ സന്തോഷം.